ഹായ് സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ രാവിലത്തെ പണികൾ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു അടുപ്പിലതാ ചായക്ക് വെള്ളം വെച്ചിക്കണ്, ചോറ് വെച്ചിക്കണ്, പിന്നെ നമുക്കിന്ന് ഭൂരി ഉണ്ടാക്കാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിക്കണം കേട്ടോ. പിന്നെ അതാ കുറച്ച് ഭൂരിക്കുള്ള നമ്മളെ ഇഷ്ടമാണ് കേട്ടോ, കിഴങ്ങ് മാത്രം ഇട്ടിട്ട് ഒരു ഇഷ്ടം ഉണ്ടാക്കി വെച്ചിക്കണം. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആകെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ പാടായിട്ട് രാവിലെ വെള്ളത്തിൻ്റെ പിന്നാലെ നടന്ന് നേരം കുറേ ആയിട്ടോ. അപ്പോൾ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ കുറേ വൈകി. അപ്പോൾ നമ്മൾ വേഗം ചടപടേനെ അങ്ങോട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാനുള്ളൊരു ഇത് പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊന്നും കഴുകാനുള്ള വെള്ളം നമുക്കിപ്പോൾ ഇല്ല കേട്ടോ. എന്താ ചെയ്യുക, കുറച്ചും കൂടി കഴിയണപ്പോൾ വെള്ളം ഊറാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഊറിയിട്ട് വേണം നമുക്ക് ടാങ്കിക്ക് അടിച്ച് മാറ്റാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാട്ടോ. നമ്മൾ പാത്രത്തിനൊന്നും എടുത്തില്ല, കൊട്ടയാണ് കേട്ടോ എടുത്തേക്കണം ഇന്ന് ഭൂരി ചുട്ടെടുക്കാൻ. കൊട്ടയാകുമ്പോൾ വല്ലാതെ കൊണ്ട് കഴുകണ്ടല്ലോ, ഒന്ന് തുടച്ച് വെയിലത്ത് ഉണക്കാൻ ഇട്ടാൽ മതില്ല. അപ്പോൾ ഭൂരിയും ഇത് കറിയായിട്ടോ. അപ്പം നമ്മുടെ ഈ ഗ്ലാസ് കണ്ടില്ലേ, അടിപൊളി പുതിയ 2 ഗ്ലാസ് നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. അതിൻ്റെ സസ്പെൻസ് ലാസ്റ്റ് അറിയുള്ളൂ കേട്ടോ, എങ്ങനെ ഈ ഗ്ലാസ് എനിക്ക് കിട്ടിയത്, എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതുപോലെ ലാസ്റ്റ് കണ്ടാൽ മാത്രമേ ഈ ഗ്ലാസ് എനിക്ക് എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരുപാട് രഹസ്യങ്ങളുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ ഇതാ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഈ മൈലാഞ്ചി ഇട്ടതിലും ഇന്നത്തെ വീഡിയോയിൽ ഒരു രഹസ്യമുണ്ട്, അത് ഞാൻ പറയാം. അത് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ, അല്ലാതെ മനസ്സിലാവില്ല. ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും ഞാൻ പറയൂല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ നമുക്കിതാ ചോറായല്ലോ, കറി ഒക്കെ ആയിട്ടോ. ഇനി നമുക്ക് നമ്മളെ പൊരിക്കാൻ നല്ല ചെമ്പല്ലി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും ഞാൻ നന്നാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് കുറച്ച് ഒരു ചെറിയ പീസ് ഒരു ചിരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിരങ്ങ കൊണ്ട് നമുക്ക് തേങ്ങ ഇട്ട് വറുത്തരച്ചിട്ടൊരു കറിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഞാൻ നമ്മളെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. പിന്നെ ഇതാ ചട്ടി അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ നല്ല ഇരുമ്പും ചട്ടി വെച്ചിരിക്കണം കേട്ടോ, തേങ്ങയൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻ എന്തായാലും ഇതിലിട്ടിട്ട് നമുക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായി, എന്താ ഇപ്പോൾ ഇവൾ ഇങ്ങനെ പറഞ്ഞത്, എന്ത് സസ്പെൻസാണ്, ഗ്ലാസിൻ്റെ രഹസ്യം എന്താ, മൈലാഞ്ചിയുടെ രഹസ്യം എന്താണെന്നൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് കണ്ടുവെക്കൊണ്ട് കേട്ടോ, മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതാ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തേക്കണ്. ഇനി നമുക്കതിൽ തേങ്ങ വറുക്കണേലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. വലിയ ജീരകം, പിന്നെ 2 ചെറിയ ഉള്ളിയും, പിന്നെ കുറച്ച് ഒരു ഇല്ലി കേട്ടോ, ഒരു നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ല, ഞാൻ പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ തേങ്ങ അവിടെ വറവായി വന്നിക്കണ്. പിന്നെ അതാ നമ്മുടെ മീനും ഒരു സൈഡ് അങ്ങോട്ട് വെന്ത് വന്നിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പോൾ 2 അടുപ്പക്കും മാറി മാറി അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അതാ ഏകദേശം ആയി കഴിഞ്ഞിരിക്കണു. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളെ ചിരങ്ങയ്ക്ക് തക്കാളി, അതുപോലെ മല്ലിയും മുളകും മഞ്ഞളും പച്ചമുളകും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് വേവിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മങ്കുടുക്കന്നെ എടുത്തേക്കണ്, മൺചട്ടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ രാവിലെ മുതൽ ചായയും കടി ഇതൊക്കെ ഉണ്ടാക്കും, വെള്ളത്തിൻ്റെ വാച്ചിലൊക്കെ കൂടി ആയിട്ട് ആകെ തിരക്കാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കറിയൊക്കെ ആയിട്ടോ. ഞാൻ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് നല്ല സെറ്റാക്കിയതാണ് നമ്മൾ തൂമിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാകൊണ്ട് ചൂടായപ്പോൾ കാമത്തി ഇങ്ങനെ കൊട്ടാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിക്കന്നെ ഇട്ടുകൊണ്ട് ഇതാക്കിയതാണ്. അങ്ങനെ അതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു 4 മണിക്ക് ഞങ്ങൾ ചായ കുടിക്കാനുള്ള റെഡിയാകില്ല കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഞങ്ങൾ കുടിച്ചിക്കണു. അപ്പോൾ മറ്റേ ആൾ ഇങ്ങനെ ഇപ്പോൾ വന്നിട്ട് ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറും റെഡി ആയിക്കണം കേട്ടോ. അങ്ങനെ ഇത് നമ്മളെ മഗ്‌രിബ് ഏശയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കാക്കും മക്കളൊക്കെ പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തൊട്ട് റൂമിൽ ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ വെറുതെ ചോദിച്ചത്, എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എനിക്ക് അങ്ങനെ അറിയില്ല, കുറച്ച് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അത് സാരല്ല ഈ ഇട്ടോ, എനിക്ക് മൈലാഞ്ചി ഇടുക, എനിക്ക് പഠിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷേ അവർ നോക്കി വരച്ചപ്പോൾ നല്ല ഇതിൽ വരക്കുന്നുണ്ട് കേട്ടോ കുട്ടി. അവളെ കൊണ്ടാകണ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രസമുണ്ട്, ഭംഗിയുണ്ട്. അപ്പോൾ ഈ എന്നും വന്നതുകൊണ്ട് ഞാൻ എൻ്റെ കൈയും കാലും ഒക്കെ തരാൻ എനിക്ക് പഠിക്കാൻ, എൻ്റെ കൈയും കാലും ഒക്കെ ഈ പഠിച്ചുള്ളതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കുട്ടി ഇതാ പഠിച്ച പോലത്തെ ഒരു മൈലാഞ്ചി കേട്ടോ. അപ്പോൾ മൈലാഞ്ചി അടിപൊളിയായിക്കണു. പിന്നെ നമ്മൾ ഇതാട്ടോ, നമ്മൾ ഒരു ഗ്ലാസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഗ്ലാസ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് പുതിയ ഫോൺ വാങ്ങിയിട്ടോ ഗൈസ്. അപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയാണ്, ഇപ്പോൾ വീഡിയോ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഫോണ് തീരെ ഒരു
ഇതില്ല കേട്ടോ, വാട്സപ്പും അതിൻ്റെ ആ കീബോർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിടന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ എന്നും എനിക്ക് പഴയ ഫോണാട്ടോ കിട്ടുക. മൂപ്പര് പുതിയ ഫോൺ വാങ്ങിയാൽ ഒരു ഉപയോഗിച്ച പഴയ ഫോൺ എനിക്ക് കിട്ടും. പക്ഷേ ഇപ്പം എനിക്ക് പുതിയ ഫോൺ വാങ്ങിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ 2 ഗ്ലാസ് മണ്ണിൻ്റെ. കാണുമ്പോൾ മണ്ണിൻ്റെ മൺകുടുക്കൻ്റെ ഒക്കെ പോലത്തെ ഗ്ലാസ്സാണ് തോന്നും, പക്ഷേ മണ്ണല്ല കേട്ടോ, അത് ഫൈബറാണ്. അതുപോലത്തെ പെയിൻറ്റ് അടിച്ച ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ 2 അതുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയ ഫോണ് പിന്നെ റിയൽമി ആട്ടോ വാങ്ങിയിരിക്കണത്, 12+ പ്രോ. അതാണ് നല്ലത്. ക്യാമറയും ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയാണ്. ഇപ്പോൾ ഏത് ഫോണായാലും നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കുമല്ലേ അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പിന്നുണ്ടല്ലോ, നമ്മൾ സിമ്മൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കുന്ന ആ പിന്നാണ് കേട്ടോ അത്. ഇനി നമ്മുടെ ഫോണ് എടുത്ത് നോക്കട്ടെ. അടിപൊളി ഫോണൊക്കെ ഇങ്ങനെ നമുക്ക് പുതിയതൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണല്ലോ അല്ലേ. എന്നും നമുക്ക് പഴയ ഫോൺ മാത്രമായിട്ട് കിട്ടല്. ഇന്നിപ്പോൾ ഇത് ഫോൺ വാങ്ങി തന്നതിൻ്റെ ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ അതൊരു സംഭവമുണ്ട്. അതെന്തിനാ എനിക്ക് ഈ ഫോൺ വാങ്ങിച്ച് തന്നതും അങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്കിത് വാങ്ങിച്ചു തന്നത്. അപ്പോൾ നമ്മളെ ഫോണിൻ്റെ നമ്മളെ കാക്ക് വിലയൊക്കെ എടുക്കണുണ്ട് കേട്ടോ ഫോണിൻ്റെ വീഡിയോ. അപ്പോൾ റേറ്റ് ഒന്നും കാട്ടണ്ട, അവിടെ പോയിക്കോളിയൊക്കെ പറഞ്ഞ് അവിടെ ആട്ടി വിട്ടിക്കണം. എന്തായാലും ഫോണൊക്കെ കിട്ടി, ഞങ്ങളത് ഓണാക്കി ഒക്കെ സെറ്റ് ചെയ്ത്. ഇനി നാളത്തെ വീഡിയോ നമ്മളെ പുതിയ ഫോണൊന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സസ്പെൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നാളത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഓക്കെ.